ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, കൊച്ചുമക്കളെ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഒരു സിനിമയെക്കുറിച്ചുള്ള അവലോകനം ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത്. ദൃശ്യം ഒന്നാം ഭാഗത്തിനു ശേഷം ആദ്യമായാണ് ഞാൻ ഒരു മലയാളം സിനിമ മുഴുവനായി കാണുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ആ സിനിമയാണ് കാറ്റിനരികെ എന്ന മലയാളം സിനിമ. പണ്ട് അൾത്താര ബാലസംഘത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് മധ്യവേനൽ അവധിക്ക് പള്ളി ഗ്രൗണ്ടിൽ മലയാളം സിനിമ 1 രൂപ ടിക്കറ്റ് വെച്ച് പ്രദർശിപ്പിക്കുമായിരുന്നു. ഈ ടിക്കറ്റ് വിൽപ്പനയിൽ നിന്നും ലഭിച്ചിരുന്ന ലാഭം കൊണ്ടാണ് ഞങ്ങൾ അൾത്താര ബാലന്മാർ വിനോദയാത്ര നടത്തിയിരുന്നത്. അന്ന് പള്ളികളിൽ പ്രദർശിപ്പിക്കേണ്ട സിനിമകളുടെ ലിസ്റ്റ് രൂപത പ്രസിദ്ധം ചെയ്യുന്ന ഒരു പതിവ് കൂടി ഉണ്ട്. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട സിനിമകൾ മാത്രമേ പള്ളികളിൽ പ്രദർശിപ്പിക്കാവൂ. അതായത് തുണിയില്ലാത്ത ഡാൻസും കൂത്തുമൊക്കെയുള്ള മസാല ബോണ്ട് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുവാൻ അനുമതി ഇല്ലെന്ന് അർത്ഥം. മൂല്യബോധവും സന്മാർഗ ദർശനങ്ങളും ഉള്ള സിനിമകൾ മാത്രം പള്ളികളിൽ പ്രദർശിപ്പിക്കാവൂ. അതിനു മാത്രമേ അനുമതി ലഭിച്ചിരുന്നും ഉള്ളൂ. ഇന്ന് ഇടുക്കി രൂപത കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിച്ചു. അപ്പോഴേക്കും അടുത്ത രൂപത മണിപ്പൂർ സ്റ്റോറി പ്രദർശിപ്പിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയം തന്ത്രപരമായി നമ്മുടെ ഇടവകകൾക്ക് മേൽ ആധിപത്യം നേടിയെടുക്കുന്ന നടുക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത്. ഇത്തരം ഭയാനകമായ കലുഷിതമായ അന്തരീക്ഷത്തിൽ ആണ് യാദൃശ്ചികമായി ഞാൻ കാറ്റിനരികെ എന്ന മലയാളം സിനിമ കാണുന്നത്. മണിപ്പൂർ സ്റ്റോറിയും കേരള സ്റ്റോറിയും പ്രദർശിപ്പിച്ച് വിവിധ രാഷ്ട്രീയ തൊഴുത്തിലേക്ക് കുഞ്ഞാടുകളെ നയിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർ, ദയവായി നിങ്ങളുടെ ഇടവകകളിൽ കാറ്റിനരികെ എന്ന മലയാളം സിനിമ പ്രദർശിപ്പിക്കണം. കുടുംബജീവിതത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്തെന്ന് മനസ്സിലാക്കി തരുന്ന വളരെ മനോഹരമായ കുടുംബ ചിത്രം ആണ് ഇത്. സിനിമ, നാടകം, സംഗീതം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി വൈദികരെ എനിക്ക് വ്യക്തിപരമായി അറിയാം. എനിക്കറിയാവുന്ന വൈദികരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഫാദർ റോയ് കാരക്കാട്ട് കപ്പൂച്ചിൻ സംവിധാനം ചെയ്തൊരുക്കിയ മനോഹരമായ സിനിമയാണ് കാറ്റിനരികെ. കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ കാറ്റിനരികെ എന്ന സിനിമയ്ക്ക് നവാഗത പ്രതിഭയ്ക്കുള്ള പ്രത്യേക ജൂറി പുരസ്കാരം ഫാദർ റോയി കരക്കാട്ട് കപ്പൂച്ചിന് ലഭിക്കുക ഉണ്ടായി. 2 മണിക്കൂർ 16 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഈ സിനിമ റിലീസ് ചെയ്തത് 2021 ഏപ്രിൽ 4-നാണ്. പ്രധാന വേഷങ്ങളിൽ അശോകൻ ജോണിയുടെ റോളും സിനി അബ്രാഹം ആനിയുടെ റോളും പവൻ റോയ് തൊമ്മിയുടെ റോളും അനന്ത്രിത മനു അമ്മുക്കുട്ടിയുടെ റോളും ചെയ്യുന്നു. അശോകൻ്റെ സിനിമാ ജീവിതത്തിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു കഥാപാത്രമാണ് കാറ്റിനരികയിൽ ലഭിച്ചിട്ടുള്ളത്. സിനി അബ്രാഹം വളരെ മനോഹരമായി ഒരു ഭാര്യ എന്ന നിലയിലും അമ്മ എന്ന നിലയിലും തൻ്റെ റോൾ മനോഹരമായി കൈകാര്യം ചെയ്യുന്നു. അനന്ത്രിത മോളും പവൻ മോനും മത്സരിച്ച് അഭിനയിക്കുകയാണ്. മക്കളുടെ അഭിനയം ഷൂട്ടിംഗ് സമയം റീടേക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. തന്മയത്വത്തോടു കൂടിയുള്ള ചാരുതയാർന്ന അഭിനയമാണ് ഈ മക്കൾ ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. സിനിമ എന്നത് ഒത്തിരി പേരുടെ ആത്മസമർപ്പണത്തിൻ്റെ വേദിയാണ്. ഇവിടെ ലഭിക്കുന്ന പ്രതിഫലം അല്ല, മറിച്ച് തങ്ങൾ ചെയ്യുന്ന കഥാപാത്രം സ്ക്രീനിൽ തെളിയുമ്പോൾ കഥാപാത്രത്തിന് ജീവൻ നൽകിയ വ്യക്തികൾക്കുണ്ടാകുന്ന ആത്മസംതൃപ്തി അത് വർണ്ണിക്കുവാൻ കഴിയാത്തതാണ്. വാഗമണ്ണിൻ്റെ സൗന്ദര്യം ഒരു ക്യാൻവാസിലേക്ക് ചിത്രകാരൻ വരച്ചു ചേർത്തിരിക്കുന്ന പോലെയാണ് കാറ്റിനരികയിലെ ഓരോ ഷോട്ടും.
അതിനെ ക്യാമറമാനെ പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഈ ചിത്രത്തിൽ സാങ്കേതികമായി എനിക്ക് തോന്നിയ ഒരു കുഞ്ഞു പോരായ്മ എന്ന് പറയുന്നത് കാറ്റിൻ്റെ ശബ്ദം പലപ്പോഴും വിഷ്വൽ സൗണ്ടിനേക്കാൾ കൂടുതൽ ആയി അനുഭവപ്പെടുന്നു എന്നതാണ്. അത് വേണ്ടിയിരുന്നുവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ സിനിമയുടെ പേരിനോട് നീതി പുലർത്തുവാൻ ബോധപൂർവം ചെയ്തതായിരിക്കാം. എന്തു തന്നെയായാലും അത് സിനിമയുടെ മൊത്തത്തിലുള്ള സൗന്ദര്യത്തെയോ കഥാഗതിയെയോ മാറ്റിമറിക്കുന്ന ഒന്നല്ല. ഒരു മലയുടെ ചെരുവിൽ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്ന കുടുംബം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ആണ് ഈ സിനിമയുടെ ഇതിവൃത്തം. എത്രയധികം കാറ്റുകളാണ് ഓരോ ജീവിതത്തിലും ദിവസവും വീശിക്കൊണ്ടിരിക്കുന്നത്. വീടിനകത്തെ വിളക്കുകൾ കാറ്റത്ത് അണഞ്ഞു പോകാതെ ഇരിക്കുവാൻ പരസ്പരം കൈകോർത്ത് നിന്നേ മതിയാകൂ. കാറ്റത്ത് കെട്ടുപോകാതെ വിളക്കുകൾ സൂക്ഷിക്കണം എങ്കിൽ പരസ്പര സ്നേഹവും പ്രാർത്ഥനയും ഒപ്പം ഉണ്ടായിരിക്കണം. പ്രതിസന്ധികളിൽ താങ്ങാവുന്ന ഒന്നാണ് പ്രാർത്ഥന. ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുമെന്ന് ഉറപ്പാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാകുന്ന കാറ്റുകൾക്കിടയിലൂടെ കടന്നു പോകുന്ന ഒരു സാധു കുടുംബത്തിൻ്റെ കഥയാണ് ഇത്. അന്നന്നത്തെ അന്നത്തിനു വേണ്ടി അധ്വാനിച്ചും നാളേക്കുള്ള സ്വപ്നങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ടും മുന്നേറുന്ന ജോണി എന്ന പിതാവ്, ഭർത്താവിനെ താങ്ങായി നിൽക്കുന്ന ഭാര്യ, മക്കളെ സന്മാർഗത്തിൽ വളർത്തുന്ന നല്ലൊരു അമ്മ, പ്രാർത്ഥന കൊണ്ട് കോർത്തെടുക്കുന്ന ജീവിതം, പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളിലും ദൈവസ്നേഹത്തിൻ്റെ ഉറവയുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന മനോഹരമായ നിമിഷങ്ങൾ, ഇടിയും കൊടുങ്കാറ്റും പേമാരിയും എല്ലാം മനുഷ്യജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ഒരു ദിവസം അവയെല്ലാം ശാന്തമാകും. വരണ്ടുണങ്ങിയ ഭൂമിയിൽ എവിടെയോ ഒരു വിത്ത് കാത്തുകിടപ്പുണ്ട്, കാറ്റ് വീശി മഴ പെയ്യുവാനായിട്ട്. പുതുനാമ്പുകൾ വിത്തിനുള്ളിൽ നിന്നും പുറത്തു വരിക തന്നെ ചെയ്യും. ഘോരമായി ഇടിവെട്ടി മഴ പെയ്യുന്ന സമയം കറണ്ട് പോവുക പതിവാണ്. എൻ്റെ അമ്മ എന്നെയും അനുജനെയും ചേർത്ത് പിടിക്കും. നടുക്ക് ക്രൂശിത രൂപവും കത്തിച്ചു വെച്ച മെഴുകുതിരിയും ഉണ്ടാകും. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞതാണെങ്കിലും ശരി, വീണ്ടും പ്രാർത്ഥനയാണ്. അരമണിക്കൂറിനുള്ളിൽ ഇടിവെട്ടും മഴയും ഒക്കെ ശാന്തമാകും. അപ്പോൾ അമ്മ പറയും, ആരുമില്ലാത്തവർക്ക് ദൈവം കൂട്ടിനുണ്ട്. പ്രതിസന്ധികളിൽ പ്രാർത്ഥനയെ ചേർത്ത് പിടിച്ചുള്ള ജീവിതവും കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയും അവരുടെ പ്രത്യാശയും വിശ്വാസവും പ്രേക്ഷകൻ എന്ന നിലയിൽ എൻ്റെ കണ്ണുകളെ ഈറനണിയിച്ചു. തെറ്റായ സുഹൃത്ത് ബന്ധങ്ങൾ പലപ്പോഴും കുടുംബജീവിതത്തിൻ്റെ ശാന്തത നഷ്ടപ്പെടുത്താറുണ്ട്. സിനിമയുടെ പകുതിക്ക് ശേഷം അത്തരം സുഹൃത്തുക്കളാൽ നിരപരാധിയായ ജോണി ജയിലിൽ ആകുന്നു. കുടുംബത്തെ വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുവാൻ ഇത് ഇടവരുത്തുന്നു. ഏതൊരു പ്രതിസന്ധിയിലും തളരാതെ ഉണർന്നിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഏതൊരു വ്യക്തിയെയും പ്രേരിപ്പിക്കുന്ന സിനിമയാണ് കാറ്റിനരികെ എന്ന സിനിമ. എല്ലാവരും ഈ സിനിമ നിർബന്ധമായും കുടുംബസമേതം കാണുക. ഒത്തിരി നന്മകൾ അതുവഴി ലഭിക്കും. ഈ സിനിമയുടെ ടൈറ്റിൽ വേർഡ്സുകളിലെ ഒരു വാചകം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അത് ഇപ്രകാരമാണ്: ദൈവമേ, അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ ഉണ്ടായിരുന്നു, അങ്ങേക്ക് സ്തുതി. മനുഷ്യരെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന അതിമനോഹരമായ വചനമാണ് ഇത്. ഈ സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് ക്യാപ് ക്രിയേഷൻസ് ആണ്. ഫാദർ റോയി കാരിക്കാട് കപ്പൂച്ചിൻ സംവിധാനം നിർവഹിച്ചിരിക്കുന്നു. ഫാദർ ആൻ്റണി എൽ കപ്പൂച്ചിനാണ് സിനിമയുടെ കഥ രചിച്ചിരിക്കുന്നത്. വിശാൽ ജോൺസന്റെ വരികൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് നോബിൾ പീറ്റർ ആണ്. ഏവർക്കും ഈ സിനിമയെക്കുറിച്ചുള്ള അവലോകനം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും കാറ്റിനരികെ എന്ന ഈ സിനിമ കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിനു താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. ഏവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.